ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്നതിന് 14 വർഷം മുൻപ് അതേപോലെ ഒരു കപ്പൽ മുങ്ങുന്നതിനെ കുറിച്ച് ഒരു നോവൽ ഇറങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും വെറും ഒരു സാമ്യതയല്ല, കേട്ടാൽ ഞെട്ടുന്ന അത്രയും കൃത്യമായ പ്രവചനം പോലെ ഒന്ന്. 1898 മോർഗൻ റോബർട്ട്സൺ എന്ന എഴുത്തുകാരൻ പുറത്തിറക്കിയ ഒരു നോവലായിരുന്നു ഫ്യൂട്ടിലിറ്റി ഓഫ് ദി റെക്ക് ഓഫ് ദി ടൈറ്റൻ. ഈ നോവലിലെ ടൈറ്റൻ എന്ന കപ്പലും യഥാർത്ഥ ടൈറ്റാനിക്കും തമ്മിലുള്ള സാമ്യതകൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. 1. നോവലിലെ കപ്പലിന്റെ പേര് ടൈറ്റൻ, യഥാർത്ഥ കപ്പലിന്റെ പേര് ടൈറ്റാനിക്. 2. രണ്ട് കപ്പലുകളെ കുറിച്ചും പറഞ്ഞിരുന്നത് ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്നായിരുന്നു. 3. അപകടം നടന്ന സ്ഥലം നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രം, സമയം തണുത്തുറഞ്ഞ ഒരു ഏപ്രിൽ രാത്രി. തീർന്നില്ല. 4. രണ്ട് കപ്പലുകളും മുങ്ങാൻ കാരണം ഒരു മഞ്ഞുമലയിൽ ഇടിച്ചാണ്, അതും കപ്പലിന്റെ വലതുഭാഗത്ത് ഇടിച്ച്. 5. രണ്ട് കപ്പലുകളിലും യാത്രക്കാർക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഒരുപാട് ഉയർന്നു. നോവലിൽ ടൈറ്റൻ എന്ന കപ്പലിന് 800 അടി നീളമുണ്ടായിരുന്നു, ടൈറ്റാനിക്കിന് 882 അടി. അക്കാലത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കപ്പലുകളായിരുന്നു ഇത് രണ്ടും. എങ്ങനെയാണ് ഒരു എഴുത്തുകാരന് 14 വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഒരു ദുരന്തം ഇത്ര കൃത്യമായി എഴുതാൻ കഴിഞ്ഞത്? ഇതൊരു യാദൃച്ഛികതയാണോ അതോ കാലത്തിന് മുൻപേ സഞ്ചരിച്ചൊരു പ്രവചനമാണോ? ഇതുപോലെ മുൻകൂട്ടി എഴുതപ്പെടുകയും പിന്നീട് ഏതാണ്ട് ഇതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്ത മറ്റെന്തെങ്കിലും സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട.